ഏറ്റവും വലിയ പണിയാണ്. പക്ഷെ അത് ഗോൾഡ് വളരെ നിസ്സാരമായിട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ചില സ്കില്ലുകൾ ഗോൾഡൊക്കെ ഉണ്ട്. ഇന്ന് കിൻഡില് ഈസ്റ്റർ ആണോ? ഈസ്റ്റർ ഇൻ ദ കിൻഡി. സോ വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ബ്യൂട്ടിഫുൾ ഡേ. പെസഹ തേഴ്സ്ഡേ അല്ലേ? ഇന്ന് പെസഹ തേഴ്സ്ഡേ ആണ്. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഇവിടെ അല്ല, എല്ലായിടത്തും പ്രത്യേകതയാണ്. നാളെ ഗുഡ് ഫ്രൈഡേ ആയ കാരണം ഇവിടെ ഞങ്ങൾക്ക് പബ്ലിക് ഹോളിഡേ ആണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ആൻഡ് വി ആർ പ്ലാനിങ് ടു ഗോ സംവേ വിത്ത് ദ ഹോൾ ഫാമിലി. ആരുമാമ, പോൾവിൻ, രോഹിത, വി ഓൾ ഗോയിങ് ഔട്ട്. അപ്പോൾ നമുക്ക് 4 ദിവസം കൊണ്ട് ഞാൻ ഒരു 15 വീഡിയോ ഉണ്ടാക്കണം എന്ന് ചോദിച്ചില്ല. ട്രിപ്പ് പോകുന്നത് അങ്ങോട്ട് നിൽക്കുന്നത്, ഇങ്ങോട്ട് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ പോയ 6 വീഡിയോ എനിക്ക് റിക്കവർ ചെയ്യണം. ഗുഡ് മോർണിംഗ് മാം. സോ അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ഹാപ്പി ഇന്ന് തേഴ്സ്ഡേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തു. നിങ്ങൾ മറ്റേ പെസാപ്പ് ഉണ്ടാക്കുന്നുണ്ടോ? ഹോട്ട് ക്രോസ് ബൺ, ഹോട്ട് ക്രോസ് ബൺ, വൺ a penny, two a penny, pros bun. Listen to your heart and listen to your soul. One a penny, two a penny, pros bun. It's a curry, 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 curry. ട്രംപ് വന്നല്ലോ. ട്രംപാ കണ്ടാ? ട്രംപിൻ്റെ പോലത്തെ ഹെയർ സ്റ്റൈൽ ഫ്രണ്ടിൽ. ഇവള് കരയണ കാരണം ഞാൻ ഒരു സംഭവം കാട്ടി തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് ഞങ്ങളുടെ എയ്റ. ഒരു കാര്യമില്ലാണ്ട കാര്യം എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ഉറങ്ങാന്ന് വിചാരിച്ചു കേട്ടാ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നിങ്ങൾ ഉറങ്ങുക. ഇത് എയ്റയാണേ. എയ്റ എങ്ങനെ ഉറങ്ങുക വെച്ചെങ്കിൽ ഇങ്ങനെ ഉറങ്ങുക. കണ്ണ് തുറക്കേറാ. കണ്ണ് തുറക്കില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, എനിക്ക് കണ്ണാണല്ലേ. അവൾക്ക് തന്നെ അറിയില്ല അവൾ എന്തിനൊക്കെ അറിയണേന്ന്. എസ്മ പക്ഷെ അങ്ങനെയല്ല. എസ്മ ഉറങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ ഹാലില കണ്ണ നിന്റെ മുരളിക കേക്ക്. അതാണ് എച്ചമോ അല്ലേ? അല്ലേ? ഇന്ന് വൺ ഓഫ് ദോസ് ഡേയ്സ് ആയിരുന്നു കേട്ടാ. 2 മുട്ടയും പൊരിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് 2 പേർക്ക് ഇവിടെ ഇരുന്നിട്ട് ഉരുട്ടിയാണ് കൊടുത്ത് ഫുള്ളടിച്ചു. ഒരു തരി പോലും മുട്ട കളയാണ്ട് എൻ്റെ മുട്ടയും നന്നായി കഴിച്ചിട്ട് ദേ ഇപ്പോൾ വെള്ളം കുടിക്കുന്നു. ദാറ്റ് വാസ് എ ഗുഡ് സെഷൻ. ഞാൻ അവിടെ ക്യാമറ ഒന്നും കൊണ്ടുവച്ചില്ല, പോണ വഴിക്ക് കാട്ടിയാൽ മതി എന്ന് വിചാരിച്ചു. വെൽ ഡൺ ഗേൾസ്. ഇനി മുട്ട കഴിഞ്ഞു. ഇനി പാപ്പ ഇല്ല, അത് കഴിഞ്ഞു. ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ ലെറ്റ്സ് ഗോ. അമ്മ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഫുഡ് വരെ കൊടുത്തു. ഇത് ന്യൂ ഉടുപ്പാണോ? ഓ മൈ ഗോഷ്, ദാറ്റ് ലുക്സ് നൈസ്. നീ ഇതിന് മാത്രം ഉടുപ്പ്? യൂട്യൂബിൽ നിന്ന് നല്ല കാശൊക്കെ കിട്ടി തുടങ്ങിയില്ലേ? ആണോ? ഇതേ കണ്ട, യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടി പറഞ്ഞപ്പോൾ കുട്ടി കൈയടിക്കാട്ടെ. ഗുഡ്, വി ഓൾ കോൺട്രിബ്യൂട്ട്. വെരി നൈസ്. പാക്കി അത് കിട്ടൂല. അതൊക്കെ ഞാൻ ദൂർത്തടിച്ച് കളയല്ലോ, നിനക്കറിയാലോ. അയമ്മ ദൂർത്ത് പുത്ര ഹേ. നല്ല രസം ഗോൾഡ്. വെള്ള ഉടുപ്പ്, വെള്ള കർട്ടൻ, വെള്ള അത്, അതിന്റെ മുകളിലേക്ക് ചെറിയ സൂര്യപ്രകാശം ഇവരുടെ മുഖത്തേക്ക് അടിക്കുന്നത് കാണാനായിട്ട് നല്ല രസം. മറ്റേ ഒരു പാട്ടില്ലേ, ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ പൈപ്പിങ്ങോ. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ ബൈ. ഡാഡ കൊച്ചുക. ഒരു സൈഡിൽ നിന്ന് സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോൾ രതീഷിൻ്റെ മോൻ്റെ കണ്ണ് പോലെ ഇരിക്കണേ അല്ലേ? നല്ല പുള്ളിയുടെ കണ്ണ് പക്ഷേ കുറച്ചുകൂടി റെഡിഷ് ബ്ലൂയിഷൊക്കെ കളറുള്ള കണ്ണാണ്. പക്ഷെ എൻ്റെ കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ. സിസ്റ്റം ചെക്ക്. 820 കിലോമീറ്ററോളം നമുക്ക് സർവീസിന് ഇതുണ്ട്. 80 ദിവസമാണ് മിസ്സായിട്ടുള്ളത്. നാട്ടിൽ പോയ സമയത്തൊക്കെയാണ്. പക്ഷേ ഇരുന്നാലും 30,000 കിലോമീറ്ററാണ് ശരിക്ക് ഇവിടെ സർവീസ് ഡേറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് വണ്ടി സർവീസ് ചെയ്യണം. അപ്പോൾ 30,112 കിലോമീറ്ററേ ആയിട്ടുള്ളൂ. ഓക്കെ, ബൈ കിലോമീറ്റർ. അപ്പോൾ വണ്ടി മേടിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 3 വർഷമായി. ഇതെൻ്റെ ലാസ്റ്റ് സർവീസാണ്, കമ്പനി ഫ്രീ സർവീസ്. ആൻഡ് ഇറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. എന്നെ പിക്ക് ചെയ്യാൻ സർവീസ് കഴിഞ്ഞപ്പോൾ റൈഡ് എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എനി ഫ്രീ കോഫി ഫോർ മീ പതാ. നമ്മുടെ ബൈക്കും കിട്ടിയിട്ടൊന്ന് ഞാൻ പറഞ്ഞ വഴിക്ക് വെറുതെ ഒന്ന് കയറി നോക്കിയതാ. വണ്ടിയൊക്കെ കഴുകി സെറ്റപ്പ് ആക്കി ടയറൊക്കെ എല്ലാ സാധനവും ഊരി ക്ലീൻ ചെയ്യുന്ന പറഞ്ഞവര്. അണ്ണാ New paint? It is a new paint. Hey, they just cleaned it. And you should do some biking too. What do you mean? Your puku. And what? And what? There we go, the next one, the Goldas one. Yes. Okay, 2 bikes. Did you pay for the service? Of course I did. We want to check the receipts. Let's go. Thanks, bro. You're getting smart now. Yes. Too much.
മോള് വിളിച്ചിട്ട് ചീത്ത വിളിച്ചു. നീ കൂട്ടുകാരൻ്റെ കൂടെ അവിടെ പോയിരിക്കാണ് സ്കൂളിൽ വിടണം. Be World War III. അവിടെ ചെന്നപ്പോൾ പറയാണ് 10:30 വന്നോ. It's like, oh Dad, you always do this. നമ്മുടെ ട്രിപ്പിന്റെ ട്രോളി ആയിട്ടാ പോണേ. ഉന്താനയുടെ ആളെ വിളിച്ചിട്ടുണ്ട് രോഹിത്തിന്. 4 കുടുംബത്തിനുള്ള ഐറ്റംസ് ആണ് ഈ പോണത്. അതിൽ ആദ്യമേ തന്നെ ഹോട്ട് ക്രോസ് ബണ്ണാണല്ലോ. പ്ലന്റി ഷോപ്പിംഗ് ഇതെല്ലാം സ്പോൺസേർഡ് ബൈ രോഹിത്താണ്. ആ വേണ്ട വേണ്ട. മാമന് ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടോ? ആ മാമന് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇന്ന് ഇവൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കുത്തിരിച്ചോറ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതെന്താ അച്ചാറാ? നമ്മൾ യെസ് പ്ലീസ്. താങ്ക് യു സർ. ഐ ലവ് മീൻ അച്ചാറ്. മുട്ട പൊരിച്ചത്, ദേവികോ പരിപ്പും തക്കാളിയും തൈര്. ഹോ ഹോ ഹോ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് ഗൈസ്. 1 മാസം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസം കൊണ്ട് നശിപ്പിക്കുന്ന പരിപാടിയാണിത്. ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷിക്കാനാണ്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ ഒട്ടഞ്ഞിട്ടാ വരണേ. നമ്മുടെ വണ്ടി പണിത് കിട്ടിയിട്ടാ. അധികം പ്രശ്നമൊന്നുമില്ല, വണ്ടിക്ക് കുഴപ്പമില്ല. പക്ഷെ ടയറിന് പണി കിട്ടി. ഈ ഫ്രണ്ട് ടയർ രണ്ടും മാറ്റി. ആക്ച്വലി 2 സൈഡിലെ ടയറായിരുന്നു. ഈ ടയർ മാറ്റി, ഈ ടയർ മാറ്റി. ഇത് രണ്ടും പുതിയ ടയറാണ്. $220 ഇവിടെ ഈ ഒരു ടയറിന്. ഇത് ഭയങ്കര ഫേമസ് കമ്പനി ടയറൊന്നും അല്ല കേട്ടോ. നമ്മുടെ ബ്രിസ്റ്റോണൊക്കെ പോലെ സാധാ ഇവിടുത്തെ ഒരു ചൈനീസ് ടയറാണ്. ഇനി നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ള പ്രൈസ് നോക്കാം. 2 ടയറിന് 149.40 വെച്ചിട്ട് $298. പിന്നെ അത് പണിയാനുള്ള ഫീസ് 13.50. ടയർ ഫിറ്റഡ് ബാലൻസ് 200 ചില്ലുവാനം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റ് എടുക്കാനുള്ള പൈസയാണ് എഴുതിയിട്ടുള്ളത് $60.97. അങ്ങനെ മൊത്തം $443. $66 GST. അങ്ങനെ മൊത്തം $510. അതായത് ഇന്ത്യൻ മണി ഇന്ന് ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 28,000 രൂപ. സ്ട്രിക്ട്ലി ക്യാഷ്, നോ മക്ക് അറൗണ്ട്. ഓക്കെ. അപ്പോൾ അതെ ഇനി പോലീസുകാർ വന്ന് നോക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും 4-ാം മാസം 2027 വരെ എന്നുള്ളത്. ഇവിടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കും വായിക്കാൻ പറ്റും 02/4/27 ഇത് എക്സ്പയർ ആവും. ഇതില്ല വെച്ചെങ്കിൽ നമ്മൾ എക്സ്പയർ ആവും. ടു മച്ച് ബിൽസ് യു ഗെറ്റ് ഫ്രം ദ പോലീസ്, നോ ഗുഡ്. നമ്മളെന്നെ കാത്തിരിക്കുന്ന കുടുംബം. ഈടെ പൊന്നെ ബേഡാടിയോ. പിന്നെ എച്ചപ്പൊന്നെ വീണ് തന്നെയായിരുന്നു. ഏറയ്ക്ക് വയ്യ പോലെന്ന് പറഞ്ഞിട്ട് അമ്മ ആദ്യമേ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മുടെ വണ്ടി സർവീസിന് കൊണ്ടുപോയിട്ട് എടുത്തു കൊണ്ടുവന്നു അല്ലേ അമ്മ? ഇപ്പം വെയിറ്റിംഗ് ബാക്ക് സൈഡ് ലൈക്ക് ദിസ്. അവളിപ്പോ ടയർഡായിട്ട് കിടക്കുകയാണോ? കൈമ വല്ല കുരുവെങ്ങാനുണ്ടോ? തണുത്തുണ്ടാണോ? ഇന്നലെ ഉണ്ടായിരുന്നു. പനിയാണ് പോലും. ടെമ്പറേച്ചർ കൂടിയൊന്നും. ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടാ മേത്തൊരു ചെറിയ ചൂടുണ്ട്. ഒരു 37.5 കൂടുതൽ കാണുമായിരിക്കും. ഓക്കെ എന്നാ. വണ്ടി സർവീസ് കഴിഞ്ഞ് എത്തിയിട്ടാ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൽ കാണിച്ചു തരാനായിട്ട്. എന്നിട്ടാന്ന് അറിയാം, വണ്ടി എടുത്തിട്ട് ഇത് 3ാമത്തെ ഫ്രീ സർവീസാണ്. ആദ്യമായിട്ടാണ് ഇവർ വണ്ടി കഴുകി തരുന്നത്. ശരിക്കും മറ്റുള്ള എല്ലാ സർവീസ് സെന്ററിലും വണ്ടി കഴുകി കൊടുക്കും. പക്ഷെ ഇന്ന് ഇവർ കഴുകി തന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയായിട്ട് വണ്ടി കൊണ്ട് കഴുകണം എന്ന് വിചാരിച്ചായിരുന്നു. ട്രിപ്പിന് മുന്നേ ഞാൻ മിഞ്ഞാന്നിരുന്ന് ഈ വണ്ടി മൊത്തം വാക്വം ചെയ്തു. ഇന്ന് അവർ വീണ്ടും വാക്വം ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല സൂപ്പർ വാക്വം ചെയ്തു. അത് നഷ്ടമായി. ഇവരെ കൊണ്ട് തന്നെ വാക്വം ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ബട്ട് ദാറ്റ് ഡിഡ് എ ഗുഡ് ജോബ്. ബ്യൂട്ടിഫുൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. സോ നീറ്റ് ആൻഡ് ടൈഡി. അങ്ങനെ കമ്പനി ഫ്രീ 3 സർവീസും അവസാനിച്ചു കേട്ടോ. സോ ദാറ്റ്സ് അപ്പോൾ കിയ. പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ടു. ഇങ്ങനെ ഒരു കാഴ്ച ലൈഫിൽ ആദ്യമായിട്ട് കാണണേ. ഐ മീൻ ഫ്രം പ്രിങ്ങൂസ് സൈഡ്. ഞങ്ങൾ പിള്ളേരിനെയും കാറൊക്കെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ എഴുതി വെച്ചിരിക്കുക, അമ്മ ഡാഡാ ഐ വിൽ ബി അറ്റ് സാത്വിക്സ് ഹൗസ് സോ ഡോണ്ട് വെറിന്ന്. എൻ്റെ അമ്മ പണ്ട് എങ്ങടെങ്കിലും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വയ്ക്കും. എടാ അടുപ്പും കണ്ണിയിൽ ചോറും കറി ഇരിപ്പുണ്ട്. ഇപ്പുറത്തിരിക്കുന്നത് പപ്പയുടെ ചോറാണ്, അപ്പുറത്തിരിക്കുന്നത് നിൻ്റെയാണ്. നീ അതിൽ നിന്ന് 6 മീൻ വറുത്തതും പിന്നെ ഈ ചോറും വെള്ളം എടുത്ത് കുടിച്ചോ. ഇതൊക്കെ ഞാൻ 18 വയസ്സ് വരെയൊക്കെ എൻ്റെ അമ്മ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയുടെ പട് കോപ്പിയാവള്. ദേ ഇതാരും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഡിഗ്രി എഴുതി വെച്ചിട്ടുള്ളത്. ഷീസ് ജീനോമേ സെയിം ഷെയറിങ് ടു ഗുഡ്. മാഡം 3 സ്പൂണേ കഴിച്ചുള്ളൂ കേട്ടോ. ക്ഷീണിതയും ദുഃഖിതയുമാണ്. കിടന്നു. ഇങ്ങനെ പനി പിടിച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഏറെ ആദ്യമായിട്ടാ അല്ലേ കൊള്ളേ? നീ പാനഡോൾ കൊടുത്താപ്പോ? ആ ദാറ്റ്സ് ഗുഡ്. എന്നാൽ ഉറങ്ങട്ടെ എന്നാ. നമ്മൾ ഉറങ്ങി നിന്നിട്ട് സംഭവം റെഡി ആയിട്ടാ. ചെറിയ പാനഡോളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ ഉഷാറായി. ദേ നോ മക്ക് അറൗണ്ട്. നല്ല പടപടച്ചു. ദേ ഓൾമോസ്റ്റ് കഴിഞ്ഞ അവളുടെ പോർഷൻ. ഗുഡ് ഗേൾ. ഗുഡ് ഈറ്റിംഗ് ഏറമ്മ. ദാറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. യു ഗോട്ട് സം എഗ്സ് ഇന്ന്. വെരി ഗുഡ്. ഇന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയി ഗൈസ്. വേറെ ഒന്നുമില്ല. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാളെ
ട്രിപ്പിന് പോകാനുള്ള സാധനങ്ങളെല്ലാം താഴെ നിന്ന് ഒന്ന് ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് വേണം കിടക്കാനായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 11:10. എന്താണ് കാണിക്കണ്ടേ? അതിന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുണ്ടല്ലോ എത്തണ്ടേ അങ്ങോട്ട്? അതിനാണ് അവിടെ സൂമിങ് ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ നിന്ന് ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനുള്ള ചിക്കനൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഭയങ്കര കടും ഫ്രോസൺ അല്ല, ഒരു 80% ഫ്രോസൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മളെ മീൻ പിടിക്കുമ്പോൾ കൊണ്ടുപോകണ ചില്ലി ബിന്നില്ലേ, അതിൻ്റെ അകത്തേക്ക് രാത്രി എടുത്ത് വെക്കുക കേട്ടോ. നാളെ നമുക്കപ്പോൾ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യാം. നാളെ നമ്മളവിടെ എത്തുമ്പോഴേക്കും ഇത് ഡീഫ്രോസ്റ്റ് ആവും. നാളെ വൈകുന്നേരം ചിക്കനാണ്. നാളെ വൈകുന്നേരം ചിക്കൻ അല്ല, നാളെ വൈകുന്നേരം ഞാൻ നമ്മുടെ ഇതുണ്ടാക്കണേ മട്ടൺ കൊണ്ട് ബിരിയാണി അല്ല മന്തി. നാളെ നമ്മൾ മട്ടൺ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഓടിക്കോ പരമാവധി പതുക്കെ പൊക്കോട്ടെ, പിന്നെ അവിടെ എത്തരുത് എത്ര നടന്നാലും. 2 ഫ്രഞ്ച് മറ്റേ ബ്രെഡ് സോൾട്ടുണ്ട്. ഓക്കെ, സോ ഇനി നാളെ നമുക്ക് ഇവിടെ ബിയർ ബോട്ടിലും സാധനങ്ങളൊക്കെ കൂടെ വെക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചില്ലി പിന്നെ അടച്ചിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ നാളത്തേക്ക് അതേപോലെ തന്നെ ഐസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നാളെ അവിടെ എത്തുമ്പോഴേക്കും 5 മണിക്കൂർ കഴിയും. അപ്പോൾ അതൊന്ന് തോയാവും. ദെൻ ഷുഡ് ബി ഫൈൻ, അല്ലെങ്കിൽ ഈസി ടു ഡീഫ്രോസ്റ്റ്. പിന്നെ നമ്മുടെ ഡ്രൈഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ബ്രെഡ്, ബിസ്ക്കറ്റ്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എല്ലാ കുട്ടികളുള്ള കാരണം കുറച്ച് സ്വീറ്റ്സ് പിക്ക് ചെയ്യാറുണ്ട്. എനിവേ 2 days ഓഫ് ഈറ്റിംഗ് ചോക്ലേറ്റ്സ്, ലോലീസ്, ബട്ട് സ്റ്റിൽ വി മെയിൻറ്റെയിൻ എഗ്സ് ആൻഡ് സ്റ്റഫ്. ഓക്കെ, 5 ട്രേ മുട്ട മേടിച്ചിട്ടുണ്ട്. ബനാന, കോഫി, ബ്രെഡ്. മാമനാ ബ്രെഡ്. മാമന് ബ്രെഡും ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. മാമൻ കഴുത്തിലടിക്കും കേട്ടോ. പിന്നെ ദേ നമ്മുടെ നാളെ സ്മോൾ അടിക്കാനായിട്ട് 2 മൗണ്ട് കെ റമ്മ് ഫുൾ ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കർ എടുത്ത് വെക്കണം, വലിയ കുക്കർ. ഇപ്പോൾ ഞാൻ ഫുഡ് വലിയ കുക്കർ എടുത്തിട്ട് വന്നടാ. നീ എന്തിനാ ഉറങ്ങാണ്ടിരിക്കണേ? 9 മണിക്ക് ഉറങ്ങേണ്ട ആള്. പൊക്കോ ഹെൽപ്പ് ചെയ്യേ. നാളെ ഇനി മറക്കാണ്ട് കൊണ്ടുപോകാനുള്ളത് ബിയറാണ്. ബിയർ അധികം ആരും അടിക്കാറില്ല, എന്നാലും ഇൻ കേസ്. കാരണം നമുക്ക് 2 ദിവസത്തേക്ക് പബ്ലിക് ഹോളിഡേ, ഒരു സാധനവും കിട്ടില്ല. പിന്നെ സ്പ്രൈറ്റ്, പിന്നെ സ്പ്രൈറ്റ് ഗോൾഡയ്ക്കും അതുപോലെ തന്നെ അവർക്കൊക്കെ ഡ്രിങ്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ നമുക്ക് മന്തിക്കുള്ള കുറച്ച് സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പിന്നെ നോക്കി, ഞായറാഴ്ച നമുക്ക് ഈസ്റ്ററിന് കഴിക്കാനായിട്ട് ഈസ്റ്ററിൻ്റെ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ എഗ് നോക്കും കൂടെ മേടിച്ചു. നമുക്ക് നാളെ വെറൈറ്റിക്ക് എഗ് നോക്കും കൂടെ കഴിക്കാം. ഈസ്റ്ററിന് അപ്പം ഉണ്ടാക്കണം. സെൽഫി മോഡൽ പോവാം. സെൽഫി പോലെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള നിന്റെ മുതലോ എന്ത് മുതല് മോനെ വിളിച്ച. അപ്പോൾ എൻ്റെ വൃത്തികേടുള്ള വീഡിയോ ഒക്കെ കൂട്ടുകാരുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ ദുഃഖ വെള്ളിയാഴ്ചയും ഈസ്റ്റർ സൺഡേയും പബ്ലിക് ഹോളിഡേ ആണ്. ഒരു സാധനം ഡ്രൈ ഡേ എന്നൊക്കെ പറയില്ല, ആൽക്കഹോൾ പോലും കിട്ടില്ല. സോ ഇതൊക്കെ നമുക്ക് ഇങ്ങനത്തെ ട്രിപ്പ് പോകുമ്പോൾ ഓർഗനൈസ് ചെയ്തിട്ട് പോകണം. pretty much organized കുക്കിംഗ് സൈഡ് എൻ്റെ സൈഡിൽ നിന്നാണ്. കുട്ടികൾ കറിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണ്ട് കാണാൻ പറ്റുമായിരിക്കും. ബൈ ഫോർ നോ ബൈ. പൊട്ടക്കളി ഇത് ഈ സമയത്ത് പിടിച്ച് തിരിക്കരുത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉറയ്ക്കുന്ന സൗണ്ട് ഇതെങ്ങനെ കേൾക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ നമുക്ക് അടുത്തോണ്ട് കാണുമായിരിക്കും. ബൈ ഫോർ നോ ബൈ. കുക്കർ വെച്ച് തലക്കെട്ട് അടി കൊടുത്തില്ല. ഇപ്പോൾ ഈ 2 തൊള്ളേനെ നാവ് ലേശം കൂടിയിട്ടുണ്ട്. പൊക്കെ പോയിട്ട് ഉറങ്ങിക്കപ്പോൾ